അങ്ങനെ മേൽക്കുപ്പായവും ധരിപ്പിച്ചുകൊണ്ട് കമീസും ധരിപ്പിച്ചുകൊണ്ട് കഫൻ ചെയ്യാമെന്നതിന് തെളിവ് ഇപ്പൊ അബ്ദുല്ലാഹിബിൻ ഉബൈ ഇബ്നു സുലൂൽ. ആരാണ് അബ്ദുല്ലാഹിബിൻ ഉബൈ ഇബ്നു സുലൂൽ? ഉബൈ ഇബ്നു സുലൂൽ ആരാണ്? ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ മദീനയിലെ മുനാഫിക്കുകളുടെ നേതാവാൻ. അബ്ദുല്ലാഹിബിനു ഉബൈ ഇബ്നു സുലൂൽ ഹസ്റജ് ഗോത്രക്കാരനാണ്. നബി വരുന്നതിന് മുമ്പ് ഭയങ്കര സംഭവമായിരുന്നു. പിന്നെ നബിയോടുള്ള ശത്രുത കാരണം ഭയങ്കരമായിട്ട് ഇസ്ലാമിനെയും സ്വഹാബിമാരെയൊക്കെ ഉപദ്രവിച്ച ആളാണ് അബ്ദുല്ലാഹിബിൻ ഉബൈ ഇബ്നു സുലൂൽ. നമ്മുടെ ഉമ്മ ആയിഷ ബീവിക്കൊക്കെ എതിരെ വ്യഭിചാരാരോപണം നടത്തിയതിൽ മുന്നിൽ നിന്ന ആള്, നേതൃത്വം കൊടുത്ത ആളാണ് ഉബൈ ഇബ്നു സുലൂൽ. അദ്ദേഹത്തിന്റെ മകൻ മുസ്ലിമാൻ അബ്ദുല്ലാഹിബിനു അബ്ദില്ല ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ. മോന്റെ പേരും എന്താണ്? അബ്ദുള്ള തന്നെയാണ്. ആപ്പാന്റെ പേരും അബ്ദുള്ളയാണ്, മകന്റെ പേരും അബ്ദുള്ളയാണ്. അപ്പം ഇത് നമുക്ക് കിട്ടുന്ന വേറൊരു സംഗതിയാണ്. വേണമെങ്കിൽ എന്ത് ചെയ്യുക, വാപ്പാന്റെ പേര് തന്നെ മക്കൾക്കും ഇടാം. അപ്പോൾ വാപ്പാന്റെ പേര് മുഹമ്മദ് എന്നാണെങ്കിൽ മകൻക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മുഹമ്മദ് എന്ന് പേരിടാം. എന്നാൽ വേറെ പേരിടലാണ് നല്ലത്. മറ്റേ വാപ്പാനെ വിളിച്ചാൽ മോന് വരും, മോനെ വിളിച്ചാൽ വാപ്പ വരും. അപ്പോൾ വേറെ പേരിടുന്നതാണ് നല്ലത്. എന്നാൽ ഒരാൾ എന്ത് ചെയ്യുക, വാപ്പാന്റെ പേര് തന്നെ ഇട്ടാൽ പ്രശ്നമൊന്നുമില്ല. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയാലോ, അബ്ദുള്ള എന്നുള്ള പേര് ആണ് ആ സ്വഹാബിന്റെ പേര്. നബി എന്ത് ചെയ്തിട്ടില്ല, ആ പേര് മാറ്റാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അബ്ദുല്ലാഹിബിൻ ഉബൈ ഇബ്നു സുലൂൽ മരിച്ചു, മുനാഫിക്കീങ്ങളുടെ നേതാവാണ്. അപ്പോൾ ഉബൈ ഇബ്നു സുലൂൽ മരിച്ച സമയത്ത് മകൻ അബ്ദുള്ള സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അഅ്തിനി ഖമീസക് ഉകഫിനുഹു ഫീഹി വസല്ലി അലൈഹി വസ്തഗ്ഫിർ ലഹു. നബി, നിങ്ങളെ കമീസ് എനിക്കൊന്ന് തരണം. എന്തിനാണ്? എനിക്കെൻ്റെ വാപ്പാന അതിൽ കഫൻ ചെയ്യാനാണ്. വസല്ലി അലൈഹി, നിങ്ങൾ എൻ്റെ വാപ്പാക്ക് വേണ്ടി നിസ്കരിക്കുകയും ചെയ്യണം. വസ്തഗ്ഫിർ ലഹു, എൻ്റെ ഉപ്പാക്ക് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടുകയും ചെയ്യണം. ആരാ എന്ന് പറയുന്നത്? അബ്ദുള്ള റളിയല്ലാഹു അൻഹു. ആർക്ക് വേണ്ടിയിട്ട്? അബ്ദുല്ലാഹിബിൻ ഉബൈ ഇബ്നു സുലൂലിന് വേണ്ടിയിട്ട്, മദീനയിലെ മുനാഫിക്കീങ്ങളുടെ നേതാവിന് വേണ്ടിയിട്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിൻ്റെ കമീസ് എടുത്തു കൊടുത്തു. പിന്നെ ഉബൈ ഇബ്നു സുലൂലിന് വേണ്ടി, അബ്ദുല്ലാഹിബിൻ ഉബൈ ഇബ്നു സുലൂലിന് വേണ്ടി നിസ്കരിക്കാനും നിന്നു. അപ്പോൾ നിസ്കരിക്കാൻ നിന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു, അല്ല നബിയെ, ആർക്ക് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ നിസ്കരിക്കാൻ പോകുന്നത്? അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളിൽപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോൾ നിസ്കരിക്കാൻ പോകുന്നത്. എന്തൊക്കെ ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്? ഉമർ റളിയല്ലാഹു അൻഹു ഓരോന്ന് എണ്ണി പറയാൻ. ആയിഷ ബീവിക്കെതിരെ വ്യഭിചാരാരോപണം പറഞ്ഞു, നിങ്ങൾക്കെതിരെ എന്തൊക്കെ പറഞ്ഞു, സ്വഹാബിമാർക്കെതിരെ എന്തൊക്കെ പ്രചാരണങ്ങൾ നടത്തി. അയാൾക്ക് വേണ്ടിയിട്ടാണോ, ഈ പക്ക മുനാഫിക്കിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ നിസ്കരിക്കാൻ പോകുന്നത്? ഞാൻ അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനെ തടഞ്ഞിട്ടില്ല. ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ഫലൻ യഗ്ഫിർ അല്ലാഹു ലഹും. നബിയെ, നിങ്ങൾ ഓർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുകയോ നടത്താതിരിക്കുകയോ ചെയ്യുക. ഓർക്ക് വേണ്ടി 70 തവണ നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിയാലും അള്ളാഹു എന്ത് ചെയ്യൂല, ഓർക്ക് പുറത്തു കൊടുക്കൂല എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും, ഒന്നുകിൽ നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിക്കോളി അല്ലെങ്കിൽ നടത്താതിരുന്നോളി എന്നാണല്ലോ അള്ളാഹു പറഞ്ഞത്. അപ്പം എനിക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരം തന്നിട്ടുണ്ട്. 70 തവണ നടത്തിയാലും പാപമോചനം തരൂല എന്നാണല്ലോ അള്ളാഹു പറഞ്ഞത്. ഞാൻ വേണമെങ്കിൽ 70-ലധികം തവണ നടത്തിക്കോളാം എന്ന് നബി പറഞ്ഞു. ഞാൻ അങ്ങനെ ഉബൈ ഇബ്നു സുലൂലിന് വേണ്ടി, അബ്ദുല്ലാഹിബിൻ ഉബൈ ഇബ്നു സുലൂലിന് വേണ്ടി നബി നിസ്കരിച്ചു, സ്വഹാബിമാരും നിസ്കരിച്ചു. 7 ആകാശങ്ങൾക്ക് അപ്പുറത്തു നിന്ന് അള്ളാഹുവിൻ്റെ ആയത്ത് വന്നു, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ വലാ തഖും അലാ ഖബ്രി. ഉമർ റളിയല്ലാഹു അൻഹു നബിനെ തിരുത്തി കൊടുത്ത ആ വിഷയത്തിലാണ് ആയത്ത് വരുന്നത്. എന്ത് ചെയ്യാൻ പാടില്ല? പക്കാ മുനാഫിക്കാണ്, കാഫിറാണ് എന്ന് ബോധ്യപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് നബിയങ്ങൾ നിസ്കരിക്കാൻ പാടില്ല. വലാ തഖും അലാ ഖബ്രി, അവരുടെ ഖബറിൻ്റെ അരികിൽ ചെന്നിട്ട് അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യരുത്. കാരണം നബിൻ്റെ നിസ്കാരവും നബിൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വലിയ ശഫാത്താണ്, അതിന് വലിയ പുണ്യമുണ്ട്. പക്ഷെ അത് ആർക്കും ഉപകാരപ്പെടൂല, ഈ മുനാഫിക്കങ്ങളായ ആളുകൾക്ക് ഉപകാരപ്പെടൂല. പിന്നീട് ഒരിക്കൽ പോലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മുനാഫിക്കാണ് എന്ന് അറിയപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല. അപ്പം ഈ ആയത്തിറങ്ങുന്നത് അബ്ദുല്ലാഹിബിൻ ഉബൈ ഇബ്നു സുലൂലിൻ്റെ വിഷയത്തിലാണ്. സംഭവം ഈ ആയത്തിറങ്ങിയത് അബ്ദുല്ലാഹിബിൻ ഉബൈ ഇബ്നു സുലൂലിൻ്റെ വിഷയത്തിലാണെങ്കിലും അങ്ങനെ ഒരാൾ കുഫറിലാണ് അല്ലെങ്കിൽ നിഫാക്കിലാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, അയാൾക്ക് വേണ്ടി നിസ്കരിക്കാൻ പാടില്ല. ആയത്തിറങ്ങിയത് അബ്ദുല്ലാഹിബിൻ ഉബൈ ഇബ്നു സുലൂലിൻ്റെ വിഷയത്തിലാണെങ്കിലും ഇതിൻ്റെ വിധി എല്ലാവർക്കും
ബാധകമാണ്.